ഗവർണറുടെ നിർദ്ദേശപ്രകാരം ബി.സി സസ്പെൻഡ് ചെയ്ത കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ സർവകലാശാല സർവകലാശാല ആസ്ഥാനത്തേക്ക് തിരിച്ചെത്തി. അതിക്രമിച്ച് കടന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ആ കടക്കാൻ ശ്രമിച്ച ആ ശ്രമം അങ്ങ് പരാജയപ്പെടുകയാണ് ചെയ്തത്. ഇതെന്താണ് സംഗതി നടന്നതോടെ? ഈ പണി പാലും വെള്ളത്തിൽ കിട്ടുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? എട്ടിൻ്റെ പണി കിട്ടി എന്നൊക്കെ. അതുപോലെയാണ് ഈ SFIയുടെയും CPMൻ്റെയും ഈ ഇടത് ട്രേഡ് യൂണിയനുകളുടെയും ഒന്നും ഗുണ്ടായിസം ഇനി കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കില്ല എന്നാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. പണ്ട് ഞാൻ ഓർക്കുകയാണ്, പണ്ട് ഈ നമ്മുടെ ഡോക്ടർ JV വിളനിലം അദ്ദേഹം ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പിന്നെ ഈ VC പോസ്റ്റിലേക്ക് എത്തി എന്ന് 94 കാലത്ത് K കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഡോക്ടർ JV വിളനിലം അവിടെ വരുന്നത്, ഈ വൈസ് ചാൻസലറായിട്ട് നിയമിതനാകുന്നത്. അന്ന് ഈ എങ്ങനെയോ ഒരു ആരോപണം ഉയർന്നു, ഡോക്ടർ JV വിളനിലത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമാണ്, അതേതോ ഒരു വ്യാജ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഘടിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പൊടിപ്പും തൊങ്ങലും വെച്ച് വലിയ കഥകൾ പരന്നു. അന്ന് ചില മാധ്യമങ്ങളും ഇതൊക്കെ പ്രോത്സാഹിപ്പിച്ചു. ഈ മാധ്യമ പ്രവർത്തകരാകാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകരാകാനുള്ള കോഴ്സുകളുണ്ടല്ലോ, കേരള യൂണിവേഴ്സിറ്റിയിലും ഒക്കെ MA ജേർണലിസം, അതുപോലെ ഇപ്പോൾ PG ഡിപ്ലോമ ഇൻ ജേർണലിസം ഒക്കെ പഠിക്കുന്നവർ, അവർക്ക് പഠിക്കാനുള്ള ചില ടെക്സ്റ്റുകൾ എഴുതിയ ആൾ ഡോക്ടർ JV വിളനിലമാണ്. അതാണ് അതിലെ അത്ഭുതം. അങ്ങനെയുള്ള വിളനിലത്തിനെ ഹരാസ് ചെയ്ത് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും സർവകലാശാല ആസ്ഥാനത്ത് വന്ന് കയറാൻ അദ്ദേഹത്തെ സമ്മതിക്കുന്നില്ല. SFI അങ്ങ് വാഴ്ചയാണ്. പോലീസുമായിട്ട് എന്നും അടി ബഹളം, റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. അവസാനം ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി കോളേജ്, ആ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വലിയ ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അവസാനം നിവർത്തി കെട്ട് K കരുണാകരൻ തീരുമാനിച്ചു ഈ യൂണിവേഴ്സിറ്റി കോളേജിനെ മുറിച്ച് ഇവിടുന്ന് മാറ്റി കാര്യവട്ടത്തേക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കാര്യവട്ടത്തേക്ക് കോളേജ് പറിച്ച് നടുകയും ചെയ്തു. പിന്നെ ഇടത് സർക്കാർ വന്നപ്പോഴാണ് അത് തിരിച്ചു കൊണ്ടുവന്നത്. അതൊക്കെ ഇരിക്കട്ടെ. ഇവിടെ ഈ അന്നൊക്കെ നടത്തിയ ഗുണ്ടായുസം ഇന്ന് ചിലവാകില്ല, അത് വ്യക്തമാണ്. കാരണം വളരെ കൃത്യമായിട്ട് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ആണുങ്ങളാണ്. അത് ഇടതുപക്ഷക്കാർ തന്നെ പറയുന്നുണ്ട്. നല്ല ആമ്പിള്ളേരാണ്. ദിവാകരനെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞല്ലോ, നല്ല ആമ്പിള്ളേരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അങ്ങനെ ആ കേന്ദ്രം നിയോഗിച്ച ഗവർണർ അവിടെ VCയുടെ താൽക്കാലിക ചുമതല ഡോക്ടർ സിസ തോമസിനാണ് കൊടുത്തത്. അപ്പോൾ നിലവിലെ VC ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ ഒരു റഷ്യൻ സന്ദർശനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. ഈ അവധിയെടുത്താണ് ഈ സന്ദർശനത്തിന് പോയിരിക്കുന്നത്. ഔദ്യോഗിക സന്ദർശനം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ VCയുടെ താൽക്കാലിക, കാരണം VC ഇല്ല എന്ന് പറഞ്ഞ് സർവകലാശാലയുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊന്നും നിർത്തിവെക്കാൻ പറ്റത്തില്ലല്ലോ. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നു, പിന്നെ വലിയ ഒരു സർവകലാശാലയല്ലേ. അതുകൊണ്ട് താൽക്കാലിക ചുമതല നമ്മുടെ സാങ്കേതിക സർവകലാശാലയുടെ VC ആയിരിക്കുന്ന ഡോക്ടർ സിസ തോമസിന് കൊടുത്തു. നമുക്കറിയാം സിസ തോമസും സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ. സിസ തോമസിൻ്റെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളെല്ലാം ഇവർ തടഞ്ഞു വെച്ചു. ഈ വിരമിച്ച സമയത്തുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുത്തില്ല. അവസാനം അവർ കോടതിയിൽ പോയി വലിയ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഇപ്പോൾ അത് കൊടുത്തത്. സർക്കാർ അതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. അത് സർക്കാരിൻ്റെ ഹുങ്കാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെ അനുസരിക്കാത്തവർ ഇവിടെ വേണ്ട എന്നാണ്, കടക്കുപുറത്ത്. ആ ഹുങ്കാണ്. ആ ഹുങ്ക്, ആ പിണറായി ഹുങ്കിന് മുഖത്തേറ്റ പ്രഹരമായിരുന്നു കോടതി നടപടി, ഹൈക്കോടതിയിൽ നിന്നുള്ള ഉത്തരവ്. എന്തായാലും ഇപ്പോൾ സിസ തോമസ് കേരള സർവകലാശാലയുടെ താൽക്കാലിക VC അധിക ചുമതല നൽകിയിരിക്കുകയാണ്. അവർ ഇന്നലെ ആസ്ഥാനത്ത് വന്നു. ഈ അതേസമയം രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറും അവിടെ വന്ന് വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് ഗവർണറും VCയും ഒക്കെ പോടാ പുല്ലേ, പിന്നെ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്നത് പോലെ പിണറായിക്ക് യോജിച്ച ഒരു രജിസ്ട്രാർ വെച്ചാൽ ഗവർണറല്ല, ഇനി സാക്ഷാൽ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും ഞാൻ വകവയ്ക്കില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ചേരുന്ന തരത്തിൽ ഒരു രജിസ്ട്രാർ. ആ രജിസ്ട്രാർ അവിടെ വന്ന് അതിക്രമിച്ച് തൻ്റെ പദവിയിൽ ആ സ്ഥാനത്തേക്ക് ഇരിക്കാൻ ശ്രമിച്ചു. സസ്പെൻഷനിലാണ്. VC അന്വേഷണ വിധേയമായി, അതായത് റിപ്പോർട്ട് കൊടുത്ത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട
സർവീസിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന രജിസ്ട്രാർ അവിടെ അതിക്രമിച്ച് കയറി ആ കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. പക്ഷേ സിസ തോമസ് പെൺപുലിയാണെന്ന് പിണറായിക്കും കൂട്ടർക്കും മനസ്സിലായി. അവർ അവിടെ അധികാരമേറ്റ ഉടനെ ആദ്യം ചെയ്ത പണി ഈ രജിസ്ട്രാറുടെ ലോഗിൻ ID അങ്ങ് കട്ട് ചെയ്തു. അതോടുകൂടി രജിസ്ട്രാർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. രജിസ്ട്രാറുടെ മുന്നിലുള്ള ഒരു ഫയൽ പോലും നീങ്ങില്ല. ഇപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഈ ലോഗിൻ ID കട്ട് ചെയ്തതോടുകൂടി രജിസ്ട്രാർക്ക് തൻ്റെ സിസ്റ്റം തുറന്ന് ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്യാൻ അതിനകത്തേക്ക് പ്രവേശിക്കാൻ എനിക്ക് പറ്റാത്ത അവിടെ വേറെ അവസ്ഥ. സംശയം. ഈ സസ്പെൻഡ് ചെയ്തല്ലോ, VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കിടക്കുകയാണ്. കാരണം സസ്പെൻഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി പിന്നെ അവിടുത്തെ യാതൊന്നും അതിന് അവർ പറയുന്ന ന്യായം സിൻഡിക്കേറ്റ് അംഗങ്ങൾ, സിൻഡിക്കേറ്റ് കൂടി വേണം ഒരു നടപടി സ്വീകരിക്കാൻ രജിസ്ട്രാർക്കെതിരെ ഒക്കെ. അത് VCക്ക് അതിനുള്ള അധികാരമില്ല എന്നാണ് ഈ ഇടത് സിൻഡിക്കേറ്റിൻ്റെയും സർക്കാരിൻ്റെയും വാദം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് നേരിട്ട് പറയുക പോലും ചെയ്തു. ഗവർണർ ആരാ? ഈ ഗവർണർ പിന്നെ എന്തിനാ ചാൻസലർ പദവിയിലിരിക്കുന്നത്? ഗവർണർക്ക് ഇതിനൊന്നും അധികാരമില്ല. അധികാരം സിൻഡിക്കേറ്റിനാണ്. സിൻഡിക്കേറ്റ് എന്നും കൂടിക്കൊണ്ടിരിക്കുകയല്ല. സിൻഡിക്കേറ്റ് കൂടാത്ത സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് സർവകലാശാല ചട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നല്ല വെടിപ്പായിട്ട് വൃത്തിയായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് VC അതിൻ്റെ നിയമോപദേശമൊക്കെ തേടിയ ശേഷമാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. രജിസ്ട്രാർ ആണെന്നും പറഞ്ഞ് എന്ത് തോന്നിയാസവും ചെയ്യാമോ? സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ നമുക്ക് സർവകലാശാലയ്ക്കകത്ത് എന്ത് വൃത്തികേടും ചെയ്യാമെന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാർ അത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം, നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ രജിസ്ട്രാർ അവിടെ ചാടിക്കേറിയത് കസേരയിലിരിക്കാൻ. ഗവർണർ പോടാ പുല്ലേ ഗവർണറെ എന്നുള്ള മട്ടിലാണ്. അത് പണ്ട് നമുക്കറിയാലോ, EP ജയരാജൻ പണ്ട് CBI അന്വേഷണത്തിന് വന്നപ്പോൾ പോടാ പുല്ലേ CBI എന്ന് പറഞ്ഞാണ് CBIക്കാരെ സ്വീകരിച്ചത് പിണറായിക്കെതിരായ ലാവ്ലിൻ കേസിൽ. ആ പാരമ്പര്യമാണ് രജിസ്ട്രാറും ഞാനും ഒരു അര EP ജയരാജനാണെന്നുള്ള മട്ടിൽ ഇത് കാണിക്കാൻ മുതിർന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? സിസ തോമസ് വളരെ കൃത്യമായിട്ട് നിയമപരമായി നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറുടെ ലോഗിൻ ID കട്ട് ചെയ്തു. ഇനി അവിടെ ഈ തമ്പ് കൊടുത്തിട്ടാണല്ലോ അകത്ത് കയറുന്നത്, ഈ അറ്റൻഡൻസ് മാറുകയാണല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നു ഒരു സ്ഥാപനത്തിൽ ജോലിക്കുന്നു, ഇപ്പോൾ എല്ലായിടത്തും തമ്പാണ്, സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ നമ്മൾ തമ്പ് കൊടുത്തിട്ടാണ് കയറുന്നത്. തമ്പ് കൊടുക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല, ലോഗിൻ ID കട്ട് ചെയ്തു, കമ്പ്യൂട്ടർ തുറന്ന് അകത്ത് കയറാൻ പറ്റുന്നില്ല. അകത്ത് കയറിയാലല്ലേ ഏതെങ്കിലും ഫയൽ നീക്കാൻ പറ്റുള്ളൂ. ഇതിനൊന്നും പറ്റാത്ത സാഹചര്യത്തിൽ രജിസ്ട്രാറെ പൂട്ടി, ഒറ്റ വാക്കി പറഞ്ഞാൽ നല്ല 8ൻ്റെ പണി കൊടുത്തു. അപ്പോൾ ഇവർ വിചാരിച്ചത് സിസ തോമസിനെയും മോഹൻ കുന്നുമ്മലിനെയും ഗവർണറെയും ഒക്കെ, ഇത് കേരളമാണ്, ഇവിടെ ഇതൊന്നും നടക്കില്ല, ഇവിടെ ഞങ്ങൾ പറയുന്നതേ നടക്കുള്ളൂ. പറഞ്ഞ് ഒരു ആശുപത്രി കെട്ടിടം തകർന്ന് വീണ് കൂട്ടിരിക്കാൻ വന്ന ഒരു സ്ത്രീ, ഒരു പാവം വീട്ടമ്മ മരിച്ചു. ആര് ഉത്തരം പറയും? ഈ സർക്കാരിന് എന്താ ഇതിനകത്ത് പറയാനുള്ളത് മറുപടി? അപ്പോൾ എന്തും ചെയ്യാം, ആരെയും പറയാം. ഇപ്പോൾ നമ്മളെ തന്നെ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്യാം. നേരെ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ കുടുക്കി കൊണ്ടുപോയി അകത്തിടാം, ഇവിടെ വന്ന് ക്യാമറയും ഇതുമെല്ലാം എടുത്തുകൊണ്ട് പോകാം, ഇതൊക്കെ ചെയ്യും. അങ്ങനത്തെ കേൾപ്പോരും കേൾവിയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കേരളം പോയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നമ്പർ 1 കേരളം. നമ്പർ 1 കേരളത്തിൽ ചികിത്സിക്കാൻ മുഖ്യമന്ത്രി തയ്യാറല്ല, അദ്ദേഹം നേരെ അമേരിക്കയ്ക്ക് പോകും ചികിത്സിക്കാൻ. മന്ത്രി പിന്നെ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയി ചികിത്സിക്കും മന്ത്രി. അതിലേക്ക് വരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പോയി ഒരു പാരസെറ്റമോൾ പോലും ഇല്ലാത്ത ആശുപത്രിയാണ് അതെന്ന് സോഷ്യൽ മീഡിയ മുഴുവനും ട്രോളുകൾ. അതെ, താലൂക്ക് ആശുപത്രിയിൽ എന്തിനൊരു സാധാരണ പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടല്ലോ, CHSഉം PHSഉം, അവിടെയൊക്കെ ആവശ്യത്തിന് മരുന്നും സംവിധാനങ്ങളും ഒക്കെ എത്തിക്കട്ടെ. അത് മുഴുവനും കുത്തഴിഞ്ഞ് കിടക്കുകയാണ്. ആരോഗ്യമേഖല സമ്പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ രജിസ്ട്രാറെ വന്നപ്പോൾ ഭരണഘടനയുടെ കോപ്പിയൊക്കെ കൊടുത്ത് സമ്മാനമൊക്കെ കൊടുത്താണ് SFIക്കാർ അവിടെ സ്വീകരിച്ചത്. സിസ തോമസിനെ ഗോ ബാക്ക് വിളിച്ച് ഖരാബോ ചെയ്യാനും ശ്രമിച്ചു. സിസ തോമസ് ഇതൊന്നും മൈൻഡ് ചെയ്തില്ല. പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അവർ സുഖമായിട്ട് വന്ന് കയറി വൈസ് ചാൻസലറുടെ കസേരയിലിരുന്നു, അവർ ചെയ്യേണ്ടത് ചെയ്തു. രജിസ്ട്രാർക്ക് അതിൻ്റെ പടി ചവിട്ടാൻ പറ്റിയില്ല. SFIക്കാരും രജിസ്ട്രാറും നാണം കെട്ട് ഇളിഭ്യരായി തലയും താഴ്ത്തി തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഇന്നലെ കേരള യൂണിവേഴ്സിറ്റിയിൽ കണ്ടത്. ഇനി JB വിളനിലത്തിനോട് കാണിച്ച ഗുണ്ടായുസം ഇവിടെ ചിലവാകില്ല. അന്ന് പാവം കോൺഗ്രസ്സുകാരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്.
കെ കരുണാകരൻ അന്ന് ശക്തനായ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം ഈ പറയുന്നത് പോലെ അതിനകത്ത് ഈ ഈ എന്താ പറയണ്ടേ, വിളനിലം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്നാൽ ഈ പറയുന്നത് പോലെ സ്വജനപക്ഷപാതം എന്ന ആക്ഷേപം വരും. അദ്ദേഹം അതുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതൊക്കെ നടന്നു. വിളനിലം കുറ്റക്കാരനല്ലെന്ന് കണ്ടു. അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള അനുമതിയും ലഭിച്ചു. പക്ഷേ എത്ര ദിവസമാണ് ഈ SFIക്കാർ തെരുവ് യുദ്ധക്കളമാക്കിയത്. അല്ല, ഇവരുടെ ഈ ഒരു സമരങ്ങളും അതേപോലെ ഇത്തരത്തിലുള്ള ഈ ബാരിക്കേഡ് വരെ തകർത്താണ്. അതെ, ഇപ്പൊ അവർക്ക് അതൊരു പ്രശ്നമല്ലെന്നേ. അസഭ്യം പറയാണ് ഗവർണർ എന്ന് പറയുന്ന പദവിയിലുള്ള വ്യക്തിയെ. യാതൊരു മാന്യതയും സംസ്കാരവും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി യൂണിയനായിട്ട് SFI അധപ്പതിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. പണ്ടൊക്കെ SFI, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് SFI എന്ന് പറഞ്ഞാൽ സമര പോരാട്ടങ്ങളുടെ ഒരു സംഘടനയായിരുന്നു, വിദ്യാർത്ഥി സംഘടനയായിരുന്നു. അന്ന് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. ഇപ്പോൾ JV വിളനിലത്തിനെതിരായ സമരം അനാവശ്യമായിരുന്നെങ്കിൽ കൂടി അന്ന് കുറെ കൂടെ മര്യാദയും അച്ചടക്കവും SFIക്ക് ഉണ്ടായിരുന്നു. അന്ന് പോലീസുമായിട്ട് ഏറ്റുമുട്ടിയിരുന്നു, ബസ്സിന് കല്ലെറിഞ്ഞിരുന്നു, ചെയ്യാവുന്ന കുഴപ്പങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ തെറി വിളിക്കുക, ഇതുപോലെ പിന്നെ രാജ്ഭവനിലൊക്കെ ചാടിക്കയറാൻ ശ്രമിക്കുക, ഇതൊക്കെ ഈ SFI, ഇതൊന്നും അല്ല വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനം. അത് SFI മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ കാണിച്ച കുറേ വാലുമാക്രികളുടെ കയ്യടി കിട്ടും. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. വരുന്ന തലമുറ ഇതൊന്നും അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് അവർ ഈ കേരളത്തിലെ വിദ്യാഭ്യാസം കളഞ്ഞിട്ട് കേരളത്തിന് പുറത്തു പോയി പഠിക്കുന്നത്. ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കട്ടെ. കുറച്ച് പാവപ്പെട്ട, ഒരു നിവൃത്തിയില്ലാത്ത കുട്ടികളാണ് ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. എന്തായാലും നമ്പർ 1 കേരളം, എല്ലാവർക്കും മാതൃകയായ കേരളം ഇപ്പോൾ ശരിക്കും മാതൃകയായി. സിസ തോമസ് ആരാണെന്ന് പിണറായിക്കും കൂട്ടർക്കും മനസ്സിലായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിന് വളരെ വൃത്തിയായിട്ട് മനസ്സിലായി.